LKയുടെ രണ്ടാം വരവ്. കോടതി മുറിയിൽ കുറ്റവാളികൾക്കായി കേസ് വാദിച്ച് ജയിച്ച് പുറത്തു നീതി നടപ്പിലാക്കുന്ന അഭിഭാഷകൻ ലാൽകൃഷ്ണ വിരാടിയാർ രണ്ടാം വരവിനുള്ള ഒരുക്കത്തിലാണ്. ഏറെ നാളായി ആരാധകർ കാത്തിരുന്ന പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. ലൈബ്രറിയിൽ അടുത്തു വച്ചിരിക്കുന്ന പുസ്തകങ്ങളിൽ നിന്ന് സുരേഷ് ഗോപി കഥാപാത്രത്തിന്റെ മുഖം തെളിയുന്ന രീതിയിലാണ് പോസ്റ്റർ ഡിസൈൻ. വലിയ പ്രതികരണമാണ് ഈ പോസ്റ്റർ പുറത്തിറങ്ങിയതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്നത്. AK സാജന്റെ തിരക്കഥയിൽ ഷാജി കൈലാസ് അടുത്തതായി ഒരുക്കുന്നത് LK ആകുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇപ്പോഴിതാ പുതുമുഖ സംവിധായകൻ അരുൺ വർമ്മ സുരേഷ് ഗോപിയെ നായകനാക്കി സിനിമ ഒരുക്കാൻ ഒരുങ്ങുകയാണ്. SDക്കൊപ്പം ബിജു മേനോനും ഈ സിനിമയിൽ മുഖ്യവേഷത്തിലെത്തും. ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഏപ്രിൽ മാസം ആരംഭിക്കും. അതേസമയം സുരേഷ് ഗോപി നായകനായി ഒരുങ്ങുന്ന JSK, ഒറ്റക്കൊമ്പൻ, ഹൈവേ 2, SG251 തുടങ്ങിയ ഒട്ടേറെ സിനിമകളുടെ അപ്ഡേറ്റുകൾ ഇനി വരാനുണ്ട്. ഡേവിഡ് ഏബൽ ഡോണവൻ എന്ന വ്യത്യസ്ത പേരിലാണ് പ്രവീൺ നാരായൺ ഒരുക്കുന്ന JSKയിൽ താരമെത്തുന്നത്. ട്രൂത്ത് ഷാൽ ആൾവേസ് പ്രിവെയിൽ എന്ന ടാഗ്ലൈനോട് കൂടി ഒരുങ്ങുന്ന JSKയിൽ സുരേഷ് ഗോപിയുടെ മകൻ മാധവ് ആദ്യമായി വെള്ളിത്തിരയിലെത്തുകയാണ്. JSK ഷൂട്ടിംഗ് ഇനിയും പൂർത്തീകരിക്കാനുണ്ട്. ഇരിഞ്ഞാലിക്കുട ലൊക്കേഷനിൽ വെച്ച് ടോവിനോ തോമസ് SJ കാണാനെത്തിയത് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. അതേസമയം സിനിമാ പ്രേമികളും ഏറെ കാത്തിരുന്ന ഒറ്റക്കൊമ്പൻ ഷൂട്ടിംഗ് ഉടൻ ആരംഭിക്കുമെന്ന് പ്രൊഡക്ഷൻ കൺട്രോളർ ബാദുഷ ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരുന്നു. വലിയ ചിലവിലൊരുങ്ങുന്ന ഒറ്റക്കൊമ്പനിൽ അനുഷ്ക ഷെട്ടി നായികാവേശത്തിലും ബിജു മേനോൻ, ഗുരു സോമസുന്ദരം, ജോണി ആന്റണി തുടങ്ങിയവർ അഭിനേതാക്കളായും എത്തുന്നു. JSK ഷൂട്ടിംഗിൽ നിന്ന് ശാരീരിക പ്രയാസങ്ങൾ കാരണം വിട്ടുനിന്ന സുരേഷ് ഗോപി വൈകാതെ ഷൂട്ടിംഗ് പൂർത്തിയാക്കും. JSKയ്ക്ക് ശേഷം LK2വിലും പിന്നീട് രാഹുലിനൊപ്പമുള്ള SG251ലും താരം ജോയിൻ ചെയ്യും. പുതുപുത്തൻ സിനിമാ വാർത്തകൾക്കും മറ്റ് അറിവുകൾക്കുമായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.